ലോട്ടറി എടുക്കാം. ഒരു ലോട്ടറി എടുക്കാം. ഒരു ലോട്ടറി എടുക്കാം. അവിടുന്ന് സാങ്ഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം ഐശ്വര്യമായിട്ട് ഇത് ഈ ലോട്ടറി ആഴ്ചയില് ഉണ്ടോ അതോ എല്ലാ ദിവസവും ഉണ്ട്? എല്ലാ ദിവസവും ലോട്ടറി ഉണ്ട് ആണോ? ഒരു ദിവസം 800 രൂപ ഉണ്ടാക്കുന്നുണ്ടോ? അത് നല്ലൊരു കാര്യമാണല്ലോ. അതിനൊരു തേക്കാൻ രാഷ്ട്രീയ ആൾക്കാര് ആഹാരം വെൽക്കം ടു നാടൻ ഇവിടെ ആക്ച്വലി ഒരു അവധി ദിവസമാണ്. കാരണം രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഭാര്യ ബിന്ദുവിന് പാലപ്പം തിന്നാൻ, അതായത് വെള്ളയപ്പം എന്നൊക്കെ പറയുന്ന പല പേരുകളിൽ അറിയപ്പെടുന്ന പാലപ്പം, മലയാളിയുടെ ഒരു ഇഷ്ട ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പാലപ്പം മുട്ടക്കറി അല്ലെങ്കിൽ പാലപ്പം മിക്സ്ഡ് വെജിറ്റബിൾ കറി അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ പാലപ്പം ത്തിൻ്റെ കൂടെ ചിക്കൻ സ്റ്റൂ ഇതൊക്കെ കൂട്ടാറുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നപ്പം മറ്റൊരു ദിവസമായിരുന്നു, അതായത് തെരഞ്ഞെടുപ്പ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ദിവസമായിരുന്നു. ചുറ്റുവട്ടത്ത് ആൾക്കാരിരുന്ന് ടി വിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. കാലിയാണ് പൊതുവെ. അപ്പോൾ അവിടെ പക്ഷേ ഞങ്ങളുടെ ഇത് ഓർഡർ ചെയ്തു. ഉണ്ടായിരുന്നു, എന്തായാലും സാധനം ഉണ്ടായിരുന്നു ആ കടകളിൽ നിന്ന്. അപ്പം പാലപ്പവും മുട്ടക്കറി, നല്ല കോമ്പിനേഷനുള്ള മുട്ടക്കറി. കാലിയാണ് ഈ ഷെൽഫൊക്കെ, കാരണം അധികം പേരിന്ന് വരില്ല എന്ന് ഓണർ തന്നെ പറഞ്ഞു. ഓണർ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത്, ജോലിക്കാർ പോലും ഇന്നില്ലെന്ന് തോന്നുന്നു, അറിയില്ല. വീട് തൊട്ട് പുറകിലാണ് അവരുടെ. അപ്പം നല്ല അടിച്ച ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ ഈ തട്ടുകടയിലും ചായക്കടയിലും ഒക്കെ നല്ല അടിക്കുന്ന ചായ എന്ന് പറഞ്ഞാൽ നല്ല അങ്ങനെ ഊറ്റി അടിച്ച് എടുത്തു തരുന്ന ചായ. അത് നല്ല ചായയായിരുന്നു. അതും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ കഴിച്ചു, വിശാലമായിട്ടിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ പലരും വന്നിരുന്ന് കഴിക്കാൻ, ചായ കുടിക്കാൻ വന്ന് ടി വി കാണുന്നവരാണ് പറ്റി അവിടെ നിൽക്കുന്നത്. കൂട്ടത്തിൽ നമ്മുടെ ഒരു സ്പെഷ്യൽ അതിഥി അവിടെ വന്നു. സ്പെഷ്യൽ ആളെ സ്ഥിരം വരുന്നതായിരിക്കാം, ഞങ്ങൾ ആദ്യമായിട്ട്. വീട്ടിലെ കാര്യങ്ങളൊന്നും പോകത്തില്ല. ആമ്പിള്ളേർ ജോലി ചെയ്യുന്നുണ്ടോ? നേരത്തെ ഒക്കെ ശരി ശരി ശരി. എന്നാലും നമ്മള് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മാർഗം നമ്മളിപ്പോഴും ഉപേക്ഷിക്കുന്നില്ലെന്നുള്ളത്. ഈ കേരള സ്റ്റേറ്റ് ലോട്ടറി കൊണ്ട് ഒത്തിരി പേര് ഇതുപോലെ ഉണ്ട്, ധാരാളം പേരുണ്ട്. പക്ഷെ അത് ഉപജീവനമായിട്ട് ചെയ്യുന്നവരും ഉണ്ട്. പിന്നെ ആ ഒരു ഇത് തുടങ്ങി വെച്ചുകൊണ്ട് അത് നിർത്താത്ത ആൾക്കാരുണ്ട്. അക്കൂട്ടത്തിൽ പഞ്ചായത്ത്, കാരണം മക്കളൊക്കെ ഇപ്പം ജോലിക്കൊക്കെ ആയിപ്പോ അതൊക്കെ നിർത്തി പോകാനാ പറയുന്നത്. എങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലേ. ചേട്ടാ ഒരു എണ്ണം പേര് തന്നു, ഞാൻ എടുക്കാം. വെറുതെ ചോദ്യം ചോദിച്ചിട്ട് പോകുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ ലോട്ടറി എടുക്കുന്ന സ്വഭാവം ഇല്ല. എങ്കിൽ പോലും ഒരെണ്ണം എടുത്തേക്കാം അല്ലേ? ഒരു ലോട്ടറി എടുത്തേക്കാം അല്ലേ? ഒരു ലോട്ടറി എടുക്കാം. ഒരു ലോട്ടറി എടുക്കാം. ഒരു ലോട്ടറി എടുത്തേക്കാം. അവിടുന്ന് സാങ്ഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം ഐശ്വര്യമായിട്ട് വന്നു. ലോട്ടറി സുവർണ കേരളം 1 കോടി. 1 കോടി 50 രൂപ. അതിന്റെ വില 50 രൂപയായിരുന്നു. എന്നാൽ ഐശ്വര്യമായിട്ട് വേണേ കൊടുത്തോ, അല്ലേ ഞാൻ കൊടുക്കണോ? ഐശ്വര്യമായിട്ട് കൊടുക്കുന്നു. 50 രൂപ കൊടുക്കും. എന്തായാലും ഒരു ലോട്ടറി പരീക്ഷണാർത്ഥം നമ്മൾ എടുക്കുക. ആദ്യം ലോട്ടറി എടുക്കുന്ന ശീലമൊന്നുമില്ല. ഇതുപോലും അദ്ദേഹത്തിന് 50 രൂപ അല്ലേ? ഈ ലോട്ടറി എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഇത് പ്രത്യേകിച്ച് സുവർണ കേരളം എല്ലാ മാസവും ഇത് ഈ ലോട്ടറി ആഴ്ചയില് ഉണ്ടോ അതോ എല്ലാ ദിവസവും ഉണ്ട്? എല്ലാ ദിവസവും ലോട്ടറി ഉണ്ട് ആണോ? അപ്പൊ എല്ലാ ദിവസവും നറുക്കെടുപ്പുണ്ട്. ഇപ്പൊ എല്ലാ ദിവസവും ലോട്ടറി ഉണ്ട്, നറുക്കെടുപ്പുണ്ട്.
അത് ശരി. അപ്പൊ എത്ര ലോട്ടറി വെച്ചെടുക്കും? ഒരു ദിവസം 120 ടിക്കറ്റ്. ആ 120 ടിക്കറ്റില് മുഴുവൻ വിൽക്കുമോ? ആ, വിൽക്കുന്നിടം വരെ നടക്കും. അതാണ് നമ്മുടെ പോളിസി. 120 ടിക്കറ്റ് വിൽക്കുമ്പോൾ നമുക്ക് 800 രൂപ കിട്ടും. അപ്പൊ ഈ 120 രൂപ ഒരു ദിവസം 800 രൂപ ഉണ്ടാക്കുന്നുണ്ടോ? അത് നല്ലൊരു കാര്യമാണല്ലോ, അതിനൊരു തേക്കാൻ. അദ്ദേഹത്തിൻ്റെ ആ സന്തോഷം നിറഞ്ഞ ചിരി കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും. കാരണം ലോട്ടറി എടുത്തു, എന്തായാലും അത് അടിക്കുമോ ഇല്ലയോ പിന്നത്തെ കാര്യം. ലോട്ടറി ടിക്കറ്റ് പരിചയപ്പെട്ടു. ഞങ്ങൾ ഇവിടുന്ന് ആഹാരം കഴിച്ചു, നമുക്ക് പോവുകയാണ്. എന്തായാലും ഇത് ഐശ്വര്യമായിട്ട് പോകട്ടെ. കേരള സ്റ്റേറ്റ് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, കേരള ലോട്ടറി ഒരു വിൽപ്പന ഒരു വലിയ ഒരു ഉപജീവന മാർഗം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ പോലെ ഒരു ദിവസം 800 രൂപ ഉണ്ടാക്കും, പിന്നെ അടിക്കുന്ന ലോട്ടറിക്ക് വേറെ പ്രൈസും. അതാണ് ഇത്രയും ആൾക്കാർ ലോട്ടറി വിൽപ്പനയിൽ വന്നത്. എന്തായാലും അത് ഒരു ഉപജീവന മാർഗമായിട്ടൊരു തൊഴിൽ മേഖലയായിട്ട് കണ്ട് കേരള സ്റ്റേറ്റ് പ്രോത്സാഹിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ ലോട്ടറിക്ക് സുതാര്യത വേണം. ലോട്ടറി അടിക്കുന്നതിന് നമ്മൾ ആ ഭാഗ്യം പരീക്ഷിക്കാറില്ല, പലരും പരീക്ഷിക്കുന്നതായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഇവിടെ ഇപ്പോഴും ഇലക്ഷൻ റിസൾട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ശരി, അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ വീണ്ടും കാണാം. നന്ദി.